താങ്ക് യു. എന്നെ ഈ ഇന്റർവ്യൂവിലേക്ക് ക്ഷണിച്ചതിന് ആദ്യമേ നന്ദി പറയാണ്. എൻ്റെ പേര് ജെയിംസ് ചാക്കോ മുട്ടുങ്കൽ എന്നാണ്. ഞാൻ കുട്ടനാട്ടിലെ കാവാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അവിടുത്തെ പ്രൈമറി വിദ്യാഭ്യാസം അവിടെയായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായിരുന്നു നെടുകുന്നം സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഹൈസ്കൂളിലേക്ക് പോയി. അവിടുന്ന് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പാസ്സായതിനു ശേഷം ചങ്ങനാശ്ശേരി SB കോളേജിലേക്കാണ് പിന്നെ പഠനത്തിനായിട്ട് വന്നത്. പിന്നെ പ്രീ ഡിഗ്രിയും അവിടെ പഠിച്ചു. അവിടെ 1984 തൊട്ട് 88 വരെ ഉള്ള കാലയളവിൽ ഞാൻ അവിടെ പിന്നെ ഉണ്ടായിരുന്നു. അവിടെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന് തൊട്ട് ഞാൻ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ അന്നും ഉണ്ട്. നാട്ടിലെ ഒരു അറിയപ്പെടുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായിട്ടും അവരുടെ യൂത്തിന്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായിട്ടും അവരുടെ സ്റ്റുഡന്റ് വിങ്സിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടും ഒക്കെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നാള് നാട്ടിലെ അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷം ഞാൻ സൗദി അറേബ്യയിലേക്ക് എൻ്റെ ജീവിതം പറിച്ചു നടുകയാണ് ചെയ്തത്. അവിടെ 13 വർഷം കുടുംബമായിട്ട് താമസിച്ചു. അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. അതിനുശേഷം 2006 ഞാൻ അമേരിക്കയിലേക്ക് കുടിയേറി. അമേരിക്കയിലെ മിഷിഗൻ എന്ന സംസ്ഥാനത്താണ് ഞാൻ ആദ്യം വന്നത്. അവിടെ ഒരു 7 വർഷത്തിൽ കൂടുതൽ അവിടെ താമസിച്ചു. അവിടെയും ഞാൻ ജോലി ചെയ്യുന്നതോടൊപ്പം സാംസ്കാരിക രംഗത്തും ഒക്കെ പ്രവർത്തിച്ചിരുന്നു. അവിടെ ഒരു മിലൻ എന്ന് പറയുന്ന ഒരു സംഘടന അത് ഒന്ന് പുനഃസംഘടിപ്പിക്കുകയും അതിൻ്റെ സെക്രട്ടറി ആയിട്ട് 5 വർഷത്തോളം അവിടെ പ്രവർത്തിച്ചു. അന്ന് ഞങ്ങൾ അവിടെ ഒരു കൺവെൻഷൻ നടത്തുകയും ഡോക്ടർ ജോർജ് ഓണക്കൂർ ഒക്കെ വന്ന ഒരു ലാനയുടെ ഒരു നാഷണൽ കൺവെൻഷൻ അവിടെ നടത്താനായിട്ട് സാധിച്ചു. അനേകം ആളുകൾ അവിടെ കടന്നു വരികയുണ്ടായി. അതിനുശേഷം 2013 ഞങ്ങൾ ടെക്സാസ് സംസ്ഥാനത്തിലേക്ക് മാറി. ടെക്സാസ് സംസ്ഥാനത്ത് ഹൂസ്റ്റണിൽ കഴിഞ്ഞ 13 വർഷമായിട്ട് ഇവിടെ ഹൂസ്റ്റണിൽ താമസിക്കുകയാണ്. ഇവിടെയും സ്കൂൾ ഡിസ്ട്രിക്റ്റ് ജോലി ചെയ്യുന്നതോടൊപ്പം ഞാൻ കുടുംബമായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ മിസൂറി സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ ഇവിടെയും ഞാൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ മലയാളി അസോസിയേഷൻ മാഗിൻ്റെ 1 വർഷത്തെ കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ മലയാളം സൊസൈറ്റി, റൈറ്റേഴ്സ് ഫോറം, ലാന, പിന്നെ പല സംഘടനകളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നു. കുറച്ച് എഴുതുകയും കുറച്ച് ആനുകാലികളിൽ നാട്ടിലായിരുന്നപ്പോഴും കുറച്ച് ആനുകാലികളിൽ എഴുതുകയും ഒക്കെ ചെയ്യുമായിരുന്നു. സാഹിത്യ രംഗങ്ങളിൽ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് 4 ലേഖനങ്ങളും 4 കഥകളും ഇതിനോടൊപ്പം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊരു ബുക്കാക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ്. അതോടൊപ്പം രാഷ്ട്രീയ രംഗത്തും വളരെ സജീവമായിട്ടുണ്ട്. ഞങ്ങളവിടെ ഇൻഡോ അമേരിക്കൻ റിപ്പബ്ലിക്കൻ ഫോറം എന്നൊരു ഫോറം രൂപീകരിച്ചു. അതിൻ്റെ പ്രസിഡന്റാണിപ്പം. അത് ഞങ്ങൾ അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലും അതിൻ്റെ കമ്മിറ്റി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം ഇവിടുത്തെ ഒരു മലയാളി അസോസിയേഷൻ, ഞാൻ താമസിക്കുന്ന റിവർസ്റ്റോൺ മലയാളി അസോസിയേഷൻ്റെ 4 പ്രാവശ്യം അതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. ഇപ്രാവശ്യം അതിൻ്റെ സെക്രട്ടറിയാണ്. ഇതൊക്കെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എഴുത്ത്, അങ്ങനെ സാഹിത്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ താല്പര്യമുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. മിസ്റ്റർ മുട്ടുങ്കൽ, താങ്കൾ കാവാലത്ത് ജനിച്ചു, നെടുകുന്നത്ത് പഠിച്ചു എന്ന് പറഞ്ഞു. ആ ഒരു ട്രാൻസിഷന്റെ കാര്യം ഒന്ന് വിശദീകരിക്കാമോ? കാവാലത്ത് എൻ്റെ കുടുംബം തറവാട് കാവാലത്താണ്. എൻ്റെ പേരൻസ്, എൻ്റെ വല്യപ്പനും അന്ന് തൊട്ട് പാരമ്പര്യമായിട്ട് ഒരു കുട്ടനാട്ടുകാരാണ്. കാവാലത്ത് മുട്ടുങ്കൽ എന്ന് പറയുന്ന ഫാമിലിയാണ്. അപ്പോൾ എൻ്റെ വല്യപ്പൻ അവിടുത്തെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് അവിടെ കാവാലത്ത് പഠിച്ചത്. പിന്നെ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് അവിടെ കുട്ടനാട്ടുകാരാണ്. അപ്പം അങ്ങനെ കാവാലത്ത് അവിടെ പഠിച്ചു. അതുപോലെ എൻ്റെ വല്യപ്പൻ്റെ ചേട്ടൻ ഒരാൾ അങ്ങനെ നാട്ടിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് MC മത്തായി. അദ്ദേഹം ചങ്ങനാശ്ശേരി SB കോളേജിലെ ദീർഘകാലം പ്രൊഫസറും അതിനുശേഷം കൊല്ലം ഫാത്തിമ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസറുമായിരുന്നു. MC മത്തായി പഴയ തലമുറയിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കും, പുതിയ ആളുകൾക്ക് അറിയത്തില്ല. പണ്ട് SB കോളേജിലെ ഷെപ്പേർഡ് സാറിൻ്റെ ഒക്കെ കാലത്തുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഡോക്ടർ MP പോളോട് ചേർന്നാണ് കേരളത്തിലെ ആദ്യത്തെ ട്യൂട്ടോറിയൽ പ്രസ്ഥാനം തുടങ്ങുന്നത്. പോൾസ് ട്യൂട്ടോറിയൽസ് എന്ന പേരിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ പഴയ തലമുറയിലുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും. അവിടെ നിന്ന് എൻ്റെ അമ്മ വീട് നെടുകുന്നത്താണ്. അതുകൊണ്ടാണ് ഞാൻ നെടുകുന്നത്തേക്ക് മാറാനുണ്ടായ സാഹചര്യം.
അവിടെ എത്ര നാളുണ്ടായിരുന്നു നെടുങ്കുന്നത്ത്? നെടുങ്കത്ത് ഞാൻ 4 വർഷത്തോളം താമസിച്ചു. എൻ്റെ അമ്മ വീട്ടിൽ താമസിച്ച് പഠിച്ചു. ആ, അത് കഴിഞ്ഞ് SB കോളേജിൽ വന്നത് എങ്ങനെ? ഞാൻ SB കോളേജിലെ പ്രീ ഡിഗ്രി പഠനത്തിന് വേണ്ടി SB കോളേജിൽ വന്നു. അവിടെ പ്രീ ഡിഗ്രി അവിടെ പഠിച്ചു. ഡിഗ്രി ഇക്കണോമിക്സ് ആണ് അവിടുന്ന് പാസ്സായത്. ഡിഗ്രി ഇക്കണോമിക്സ് പഠിച്ചതിന് ശേഷം അന്നും ഞാൻ പിന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ ഉണ്ട്. ചങ്ങനാശ്ശേരിയുമായിട്ട് എനിക്ക് വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. എൻ്റെ ജ്യേഷ്ഠന്മാരും എൻ്റെ സഹോദരങ്ങളും എൻ്റെ അപ്പാപ്പനും ഒക്കെ അവിടെ ചങ്ങനാശ്ശേരി താമസിക്കുന്നുണ്ട്. അങ്ങനെ ചങ്ങനാശ്ശേരിയായിട്ടും വളരെ ഒരു അഭേദ്യമായ ബന്ധം. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ പലരും ആ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാരാണ്. അന്നും ഞാൻ സജീവമായിട്ട് രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇങ്ങനെ ഒരു പബ്ലിക് രംഗത്ത് പൊതുരംഗത്തും വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ആളല്ല. അതൊക്കെയാണ് എൻ്റെ സാഹചര്യങ്ങൾ ഇവിടെ. പിന്നെ സാഹിത്യ രംഗത്ത് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ എനിക്ക് അതിനുള്ള സമയം കിട്ടിയിരുന്നില്ല. ജോലി തിരക്ക് കാരണം ഒരു സാഹിത്യ രംഗങ്ങളിലൊന്നും അവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇന്നിപ്പം സൗദിയിലെ സാഹചര്യങ്ങളൊക്കെ മാറിയെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അമേരിക്ക വന്നതിന് ശേഷം അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ഞാൻ കഥകളും ലേഖനങ്ങളും ചില യാത്രാ വിവരണങ്ങളൊക്കെ ഇവിടെ പത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്. വീണ്ടും അത് സാഹിത്യ രചനകളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ബുക്കായിട്ട് ഇറക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു. നെടുങ്കുന്നം സ്കൂളിലെയും SB കോളേജിലെയും അറിയാവുന്ന സാർമാരുടെ പേരോ കൂട്ടുകാരുടെ പേരോ ഒക്കെ അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടോ? തീർച്ചയായിട്ടും അവരുമായിട്ടൊക്കെ മിക്കവരുമായിട്ടും കോണ്ടാക്ട് ഉണ്ട്. എന്നെ പഠിപ്പിച്ച അധ്യാപകരാണ് പ്രൊഫസർ സ്കറിയ സക്കറിയ, പ്രൊഫസർ ഐ ഇസ്താക്ക്, ഇക്കണോമിക്സിലാണെങ്കിൽ തോമസ് കണയംപ്ലാവൻ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എന്നെ അവിടെ പഠിപ്പിച്ചിരുന്നു. പ്രൊഫസർ KJ ഫ്രാൻസിസ്, ഇവരൊക്കെ ആയിട്ട് പിന്നെ ചില ആൾക്കാരൊക്കെ പിന്നെ അവരൊക്കെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. ഇവര് ഇപ്പോഴും ചില ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. എല്ലാവരുമായിട്ടും തന്നെ ഒരു നല്ല ബന്ധം ഇപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ എൻ്റെ കൂടെ എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു പ്രീ ഡിഗ്രിക്ക് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് പഠിക്കുന്നത് രാജു നാരായണസ്വാമി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പ്രശസ്തനായ ആളാണ്. അദ്ദേഹം എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു പ്രീ ഡിഗ്രിക്ക്. അദ്ദേഹം ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും, ഞാൻ തേർഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച ആളാണ്. അതിനുശേഷം അവിടെ SB കോളേജിലും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഞാൻ അവിടെ SB കോളേജിൽ മത്സരിച്ചാണ് ഒരു വർഷം. അവിടെ മത്സരിച്ചു, പക്ഷെ ജയിച്ചില്ല. അവിടെ എഡിറ്ററായിട്ടും ഞാൻ മത്സരിച്ചു. അപ്പം അങ്ങനെ SB കോളേജിലെ രാഷ്ട്രീയ രംഗത്തും ഞാൻ ഉണ്ടായിരുന്നു. അന്നത്തെ ബാച്ചിൽ പഠിച്ച പലർക്കും ഇപ്പോഴും എന്നെ അറിയാം. അവിടെ ചാക്കോ മുട്ടുങ്കൽ എന്ന പേരിലാണ് അവിടെ അറിയപ്പെട്ടിരുന്നത്. വീട്ടുപേരോട് ചേർത്താണ് അവിടെ ആളുകൾ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. താങ്കൾ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ചങ്ങനാശ്ശേരി ട്യൂട്ടോറിയൽ പഠിപ്പിച്ചതായിട്ട് അറിഞ്ഞു. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ ചങ്ങനാശ്ശേരി SB എക്സൽ എന്ന് പറയുന്ന ഒരു പാരലൽ കോളേജ് ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരി കവലയിൽ. അവിടെ കുറെ കാലം അധ്യാപകനായിട്ട് ജോലി ചെയ്തു. അതോടൊപ്പം ആ പരിസരത്തുള്ള കുട്ടനാട്ടിലുള്ള ചില പാരലൽ കോളേജുകളൊക്കെ ഞാൻ പഠിപ്പിച്ചിരുന്നു കുറച്ചു കാലം. അതിനുശേഷമാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് ജോലി അന്വേഷിച്ച് സൗദി അറേബ്യയിലേക്ക്. താങ്ക് യു. ട്യൂട്ടോറിയൽ പഠിപ്പിച്ച് എത്ര നാള് പഠിപ്പിച്ചു? അന്നത്തെ വിഷയമായിരുന്നു എന്ന് ഓർമ്മയുണ്ട്. 3 വർഷം ഞാൻ ട്യൂട്ടോറിയൽ പഠിപ്പിച്ചു. ഞാൻ മലയാളം ലിറ്ററേച്ചറും പഠിപ്പിച്ചിട്ടുണ്ട്, ഇക്കണോമിക്സും പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. താങ്കൾ കലാകൗമുദിയിലോ കേരള കൗമുദിയിലോ ജോലി ചെയ്തതായിട്ട് അറിഞ്ഞു. അതിനെപ്പറ്റി? ഇല്ല, ആക്ച്വലി ഞാൻ ജോലി ചെയ്തിട്ടില്ല. ഞാൻ പ്രസിദ്ധീകരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടെ ആനുകാലികളിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ഞാൻ ജോലി ചെയ്തിട്ടില്ല. ഓക്കെ. അന്ന് ഏതിനെ കുറിച്ചാണ് എഴുതിക്കൊണ്ടിരുന്നത്? കഥകളാണ് കൂടുതൽ എഴുതിയത്. കഥകളും ലേഖനങ്ങളുമാണ് എഴുതിയത്. ഓക്കെ. എത്ര പേജ് വരുന്ന ലേഖനങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമോ? 4-5 പേജൊക്കെ വരുന്ന ലേഖനങ്ങൾ, കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഡോക്ടർ സ്വാമി അഗ്നിവേശ അവിടെ വരുമ്പോൾ അദ്ദേഹമായിട്ടുള്ള ചില സംഭാഷണങ്ങളും ഒക്കെ ഒരു ലേഖനമായിട്ട് SB കോളേജ് മാഗസിൻ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ ചില പ്രസിദ്ധീകരണങ്ങൾ ചില പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ. താങ്കൾ സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള സാഹചര്യം അവിടെ എന്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത്? അവിടെ എൻ്റെ ജ്യേഷ്ഠൻ അവിടെ സൗദി അറേബ്യയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ജോലി അന്വേഷിച്ച് നാട്ടിൽ നിന്ന് സൗദിക്ക് പോകണം എൻ്റെ പേരൻസിന്റെ ഒരു ആഗ്രഹപ്രകാരം അങ്ങനെ അദ്ദേഹമാണ് എന്നെ ആദ്യം സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഞാൻ അവിടെ ചെന്ന് 1 വർഷം എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. ഫ്രീ വിസയിലാണ് പോയത്. അതിനുശേഷം അവിടെ യൂസഫ് ബിൻ അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ഒരു കമ്പനിയിൽ അവരുടെ സെയിൽസ് കോർഡിനേറ്റർ ആയിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിച്ചു. 13 വർഷത്തോളം അവിടെ ജോലി റിസൈൻ ചെയ്ത് അമേരിക്കയിൽ കുടുംബമായിട്ട് ഞങ്ങൾ അവിടെ താമസിക്കുകയായിരുന്നു. മക്കൾ 2 പേരും അവിടെ ജനിച്ചതാണ്.
അങ്ങനെ ഞങ്ങൾ 13 വർഷം അവിടെ സൗദി അറേബ്യയിൽ ജോലി ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അമേരിക്കയിലേക്ക് കുടിയേറി. മിഷിഗണിലാണ് ആദ്യം, മിഷിഗൺ സംസ്ഥാനത്താണ് ഞങ്ങൾ ആദ്യം വന്നത്. 13 വർഷം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് സാഹിത്യമായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ? കാര്യമായ പ്രവർത്തനിക്കാനായിട്ട് അതിനുള്ള സാഹചര്യങ്ങൾ അന്ന് അവിടെ ഇല്ലായിരുന്നു. ഇന്ന് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മാറിയെന്നാണ് ഞാൻ അറിയുന്നത്. ഞങ്ങൾക്ക് അത്രമാത്രം ഒരു സ്വാതന്ത്ര്യം അന്നത്തെ കാലത്ത് നമുക്ക് ജോലി തിരക്കുകൾ കാരണം ഇല്ലായിരുന്നു. അതുകൊണ്ട് അന്ന് അത്ര സജീവമായിരുന്നില്ല. ഒരു സിറ്റി തന്നെ ആയിരുന്നു സൗദിയിൽ? സ്ഥലത്തായിരുന്നു? അവിടുത്തെ ഈസ്റ്റേൺ പ്രൊവിൻസ് ആയിട്ടുള്ള ദമാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചത്. അവിടെ വെച്ചാണോ വിവാഹത്തിൽ ഏർപ്പെടുന്നത്, പാർട്ട്ണറെ കണ്ടുമുട്ടുന്നത്? ഞാൻ സൗദി അറേബ്യയിൽ ആയിരിക്കുമ്പോഴാണ് എന്റെ കല്യാണം നടക്കുന്നത്. ഞാൻ എന്റെ 2ാമത്തെ വെക്കേഷണൽ സമയത്താണ് കല്യാണം നടക്കുന്നത്. ശരി. മിഷിഗണിലോട്ട് കുടിയേറാനുള്ള സാഹചര്യം? മിഷിഗണിൽ എൻ്റെ വൈഫ് നേഴ്സാണ്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് ട്രൈ ചെയ്തത്, അമേരിക്കയിലേക്ക് കുടിയേറാനായിട്ടുള്ള സാഹചര്യം അതാണ്. അപ്പം അവിടെ മിഷിഗൺ സംസ്ഥാനത്താണ് ആദ്യം ജോലി കിട്ടിയത്. അതുകൊണ്ടാണ് അവിടെ മിഷിഗണിൽ വരാൻ കാരണം. കോളേജിൽ പഠിച്ച കാലത്തും സൗദിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ താങ്കൾ ഏത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആയിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ആഭിമുഖ്യമുള്ള പാർട്ടി ഉണ്ടായിരുന്നോ? നാട്ടിലായിരിക്കും ഞാൻ JP മൂവ്മെന്റുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. ജനതാ പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. അന്ന് ആ കാലഘട്ടങ്ങളിൽ ഞാൻ അവരുടെ വിദ്യാർത്ഥി ജനതയുടെ ജില്ലാ പ്രസിഡന്റും യുവജനതാകളുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റൊക്കെ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. എനിക്ക് അന്ന് ജയപ്രകാശ് നാരായണന്റെയും രാം മനോഹർ ലോഹിയുടെയൊക്കെ ആശയങ്ങളുമായിട്ട് വളരെ ഒരു താല്പര്യം എനിക്ക് അന്ന് തോന്നി ആ കാലത്ത്. എന്നാൽ പിന്നീട് ഇന്ന് ഇവിടെ കുറെ കാലങ്ങൾക്ക് ശേഷം എൻ്റെ പാർട്ടിയിൽ പല വ്യത്യാസങ്ങളും വന്നതിന് ശേഷം ഞാൻ അമേരിക്കയിൽ വന്നതിന് ശേഷം അങ്ങനെ നാട്ടിലായിരിക്കും പിന്നീട് രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ അങ്ങ് മാറി. ഞാനിവിടെ അമേരിക്കയിൽ വന്നതിന് ശേഷം ഇവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ടെക്സാസ് സംസ്ഥാനത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടാറുണ്ട്. ഇവിടെ ഇൻഡോ അമേരിക്കൻ റിപ്പബ്ലിക്കൻ ഫോറത്തിന്റെ പ്രസിഡന്റായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. താങ്ക് യു. താങ്കൾ നാട്ടിൽ വിദ്യാർത്ഥിയായിരുന്നപ്പോഴും നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ സൗദിയിലുണ്ടായിരുന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിൽ ആരെയാണ് ഏറ്റവും നന്നായിട്ട് താങ്കൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിരുന്നത്, അല്ലെങ്കിൽ താങ്കൾക്ക് താല്പര്യമുള്ള വ്യക്തികൾ ആരൊക്കെയായിരുന്നു? ഇന്ത്യൻ പൊളിറ്റിക്സിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ? എനിക്ക് പണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് ജവഹർലാൽ നെഹ്റുവിനെ വളരെ ഒരു ഇഷ്ടമുള്ള ഒരു നേതാവായിരുന്നു. ജയപ്രകാശ് നാരായണൻ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എനിക്ക് വളരെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ജവഹർലാൽ നെഹ്റു, ജയപ്രകാശ് നാരായണൻ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാമല്ലോ, ഞാൻ അതേക്കുറിച്ച് അധികം സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞാൻ അങ്ങനെ ഇടപെടാറില്ല. എന്നാൽ ഇവിടെ അമേരിക്കൻ സിറ്റിസൺ എന്നുള്ള നിലയിൽ ഇനിയിപ്പോൾ നമ്മുടെ ഭൂമിക എന്ന് പറയുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് ഇടപെടുക എന്നുള്ളത് നമ്മുടെ ഒരു സിറ്റിസനെ സംബന്ധിച്ച് നമ്മുടെ ദൗത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എല്ലാ സിറ്റിസനും പങ്കെടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മലയാളികൾ മുന്നിലേക്ക് കടന്നു വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മൾ ജോലി ചെയ്യുക മാത്രം ചെയ്യാതെ ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയത്തിലും ഇടപെടേണ്ട വളരെ അത്യാവശ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും താങ്കൾ വ്യക്തമായിട്ട് ആരെയും പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞില്ല. എന്നാൽ ചങ്ങനാശ്ശേരിയിലോ കോട്ടയത്തോ കേരളത്തിലോ ഉള്ള ഏതെങ്കിലും ഐക്കോണിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി താങ്കൾ ശശി തരൂർ പോലുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയാം. എഴുത്തുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് MT വാസുദേവൻ നായർ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരനാണ്. പിന്നെ സക്കറിയയുടെ കഥകളൊക്കെ വളരെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ വിശ്വസാഹിത്യത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ സാഹിത്യകാരൻ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പലതും വായിച്ചിട്ടുണ്ട്. എന്നെ വളരെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. പിന്നെ കേരളത്തിലെ എഴുത്തുകാര് സാംസ്കാരിക നായകന്മാരെ കുറിച്ചൊക്കെ ശശി തരൂരിന്റെ അദ്ദേഹത്തിന്റെ രചനകളും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കേരളത്തിൽ നല്ല മുഖ്യമന്ത്രിമാർ പലരും ഉണ്ടായിട്ടുണ്ട്. CH മേനോൻ, ഉമ്മൻചാണ്ടി, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വളരെ വളരെ സംഭാവനകൾ, വളരെ നല്ല മുഖ്യമന്ത്രിമാരാണ്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അതിപ്പോഴൊരു രാഷ്ട്രീയം ആയി പോകുന്നതുകൊണ്ട് പലരും ഒത്തിരി കോൺട്രിബ്യൂഷൻ ചെയ്യുന്നവരാണ് കേരളത്തിലെ പല നേതാക്കന്മാരും. അമേരിക്കയിൽ നിന്നുകൊണ്ട് താങ്കൾ നാട്ടിലേക്കുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ടോ? ഏതെങ്കിലും രീതിയിലോ? നാട്ടിൽ ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ക്രൈസ്തവ നവീകരണ പ്രസ്ഥാനങ്ങളുമായിട്ട് ഒക്കെ സഹകരിച്ചു പോകുന്നു. അതുപോലെ ഞാൻ എല്ലാ മതത്തിലുള്ള ആൾക്കാരെയും വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവം എല്ലാ മനുഷ്യരെയും എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം ഉള്ളത്.
അപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രമല്ല. അതാണ് എൻ്റെ ഒരു വീക്ഷണം. താങ്ക് യു. സാറ് ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ആ പ്രവർത്തന മേഖല എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? ഇവിടുത്തെ സ്റ്റുഡൻസിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ ടെക്സസിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ജോലിക്ക് ട്രൈ ചെയ്തത്. ഇവിടുത്തെ ഫോർട്ട് ബെൻഡ് ISD ഇവിടുത്തെ സ്കൂൾ ഡിസ്ട്രിക്റ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഇവിടെ വന്നതിന് ശേഷം ഞാൻ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പോലത്തെ ഒരു അന്തരീക്ഷമല്ല, കേരളത്തിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല ഇവിടെ. ഇവിടെ എല്ലാം കൊണ്ടും ഒരു വ്യത്യസ്തമായ ഒരു ആണ്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമാണ്. സ്റ്റുഡൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഇവിടെ കൊടുക്കുന്നത്. താങ്ക് യു. ഇവിടുന്ന് നാട്ടിലേക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ ഒരു സജഷൻ എന്തായിരിക്കും താങ്കൾക്ക് നന്നായിട്ട് തോന്നിയത്? ഇവിടുത്തെ സിസ്റ്റം വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യയിലെയും എഡ്യൂക്കേഷൻ സിസ്റ്റം ഒട്ടും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടുത്തെ പങ്ക്ച്വാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മൾ നിർഭാഗ്യവശാൽ ഇവിടുത്തെ മോശമായ കാര്യങ്ങളാണ് നാട്ടിലെ ആളുകൾ പകർത്താൻ ശ്രമിക്കുന്നത്. നല്ല കാര്യങ്ങൾ അനവധി അമേരിക്കയിലുണ്ട്. അതെന്തുകൊണ്ടോ അത് നമ്മൾ മാതൃകയാക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സാർ. സാറ് ഇവിടെ കുടുംബമായിട്ട് താമസിക്കുന്നു, ഈ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നു. ഇതിനൊക്കെയുള്ള സമയം, ഇനി എന്തെങ്കിലും കൂടുതൽ സമയം കിട്ടിയാൽ താങ്കൾ എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പുതിയ മേഖലകൾ? ഞാൻ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിലും അതുപോലെ പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എഴുത്തിലും ഒക്കെ കൂടുതൽ സജീവമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇനി മുന്നോട്ടുള്ള. സാഹിത്യത്തിൽ പറഞ്ഞാൽ താങ്കൾ എന്താണ് ഇനിയും ആഗ്രഹിക്കുന്നത്? കൂടുതൽ കഥകളും ലേഖനങ്ങളൊക്കെ എഴുതി അത് കൂടുതൽ ബുക്കുകളൊക്കെ ഇറക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അത് മറ്റുള്ളവർക്ക് ഒരു ഇമ്പാക്റ്റ് ആയി തീരാനായിട്ട് കാരണമാണ്. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെയാണ് താങ്കൾ എയിം ചെയ്യുന്നത് കൂടുതലും താങ്കളുടെ എഴുത്തിൽ കൂടി? പ്രത്യേകിച്ച് അങ്ങനെയില്ല, നമ്മളൊരു ആർക്കും വായിക്കാവുന്ന രീതിയിലുള്ള രചനകൾ ചെയ്യണമെന്നാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്കളുടെ കുടുംബത്തെ പറ്റി കുറച്ചുകൂടെ ഒന്ന് വിശദമായി വിശദീകരിക്കാമോ? നാട്ടിലുള്ള ഇവിടെ കാവാലത്ത് ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ പേരൻസ് ഈ അടുത്ത കാലത്ത് അവർ മരിച്ചു. എൻ്റെ ഫാദർ ഈ അടുത്ത കാലത്ത് മരിച്ചു. എൻ്റെ മദർ ഒരു 3 വർഷം മുമ്പ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അവരൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആൾക്കാരായിരുന്നു. എൻ്റെ വല്യപ്പൻ അവിടുത്തെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. വല്യമ്മയും ആ സ്കൂളിൽ തന്നെ ടീച്ചേഴ്സായിരുന്നു. പലരും ടീച്ചേഴ്സായിട്ടുണ്ട്. വല്യപ്പൻ്റെ ജ്യേഷ്ഠനൊരാണ് MC മത്തായെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ, അദ്ദേഹം ചങ്ങനാശ്ശേരി SB കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഞാൻ സൂചിപ്പിച്ച പോലെ MP പോൾ സാറും ചേർന്നാണ് കേരളത്തിലെ ആദ്യത്തെ ട്യൂട്ടോറിയൽ പ്രസ്ഥാനം തുടങ്ങുന്നത്. അദ്ദേഹം കുറച്ച് എനിക്ക് തോന്നുന്ന സാഹിത്യത്തിലും ഒക്കെ അറിയപ്പെടുന്ന സജീവമായി ഇടപെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം എൻ്റെ സഹോദരങ്ങൾ 2 പേര് 3 പേര് കാവാലത്ത് താമസിക്കുന്നുണ്ട്. ഒരാൾ വേറെ മൂത്ത ജ്യേഷ്ഠൻ ചങ്ങനാശ്ശേരി സെറ്റിലാണ്. 2 ബ്രദേഴ്സ് അവിടെ ചങ്ങനാശ്ശേരി ബിസിനസ്സാണ്. മിസ്റ്റർ ചാക്കോ മുട്ടുകൽ, താങ്കൾ അമേരിക്കയിൽ വന്നത് കുടുംബമായിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ സെറ്റിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകളെ പറ്റി ഒന്ന് പറയാമോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ പലരും വിചാരിക്കുന്ന പോലെ അമേരിക്കൻ ജീവിതം അത്ര ഒരു എളുപ്പമുള്ള ജീവിതമല്ല. ആദ്യം വരുന്നവർക്കും പലർക്കും ഇത് അറിയാം. എനിക്ക് തോന്നുന്നത് നമ്മൾ വിട്ടുപോകുന്ന ഇന്ത്യയിലുള്ളവർക്ക് അതേക്കുറിച്ച് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ അമേരിക്ക എന്ന് പറയുന്നത് വളരെ നല്ലൊരു രാജ്യമാണെങ്കിലും ഇവിടെ നമ്മൾ കുടുംബമായിട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. അതായത് പല കാര്യങ്ങളും ഇവിടെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ഒരു രാജ്യമാണ്. ഇവിടുത്തെ ഇക്കോണമി വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രാജ്യമാണ്. ഇവിടെ എല്ലാം നമ്മൾ തന്നെ കണ്ടുപിടിക്കുകയും നമ്മുടെ ജോലി നമ്മൾ കണ്ടെത്തണം, നമ്മൾ താമസിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം. ഇതിനൊന്നും ആരുടെയും സഹായം ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഇവിടെ ബന്ധുക്കളാരുമില്ല. എൻ്റെ ഒരു കസിനുണ്ട്, അദ്ദേഹം ന്യൂജേഴ്സി താമസിക്കുന്നു. ഞാൻ മിഷിഗണിലാണ് വന്നത്. എനിക്കങ്ങനെ പക്ഷേ ഒരു ചർച്ചിൻ്റെ ഒരു സഹായം ആ സമയങ്ങളിൽ എനിക്ക് കിട്ടിയത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. അവിടെ അങ്ങനെ കുറച്ച് ആൾക്കാർ എന്നെ തുടക്കത്തിൽ സഹായിച്ചു. എന്നാലും കുഞ്ഞുങ്ങൾ അന്ന് വളരെ ചെറുതായിരുന്നു. അവരെ വളർത്തിയെടുക്കാനൊക്കെ എൻ്റെ ഭാര്യ ജോലിക്ക് പോകുമ്പോൾ അവരെ വളർത്തിയെടുക്കാനൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ സഹായം കിട്ടത്തില്ല. വളരെ 6 അടി പൊക്കത്തിൽ സ്നോ പെയ്യുന്ന ഒരു സ്ഥലത്താണ് ഞാൻ വരുന്നത്. ഞാൻ അന്ന് അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന കാലം ഞാൻ ഓർക്കുന്നുണ്ട്.
വണ്ടി വണ്ടിയെല്ലാം സ്നോയി മൂടി കിടക്കും. ഇവിടെ പലർക്കും അറിയാം. അതെല്ലാം ക്ലീൻ ചെയ്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് ആർക്കും വേറെ ഒന്നും നമുക്ക് സമയം കിട്ടത്തില്ല. വളരെ തുടക്കത്തിൽ വളരെ ദുഷ്കരമായ നാളുകളായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ഒരു 6-7 വർഷത്തോളം എടുത്ത് ഇവിടെ നമ്മളൊന്ന് സെറ്റിൽ ആകാൻ തന്നെ. അതിനുശേഷം ടെക്സാസിൽ വന്നതിന് ശേഷം കുറച്ചുകൂടെ വ്യത്യാസമുണ്ടായി. ഗൾഫിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അമേരിക്കയിൽ. നമുക്കിവിടെ വളരെ സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലമാണ് അമേരിക്ക. അതൊക്കെ ശരിയാണ്. എന്നാൽ ഇവിടുത്തെ ചില കാര്യങ്ങൾ കാണാതെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ശരിയല്ലോ. അപ്പം നമ്മൾ ഇവിടെ പല ഫാമിലികളും അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അവർ പക്ഷേ എനിക്ക് തോന്നുന്നു അത് പറയാത്തതാണ്. നാട്ടിൽ ചെല്ലുമ്പോൾ അതേക്കുറിച്ച് അവർ പറയാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പിന്നെ ഇന്ത്യയിലുള്ളവർക്ക് ഇന്ത്യയിൽ ഇപ്പോൾ താമസിക്കുന്നവർക്ക് അത്ര മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ വന്ന് ജീവിച്ചാൽ മാത്രമേ അതേക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. താങ്ക് യു സോ മച്ച് സർ. കമ്മിങ് ബാക്ക് ടു യുവർ ലിറ്ററേച്ചർ, ഇവിടെ റൈറ്റേഴ്സ് ഫോറം എന്നൊരു പ്രസ്ഥാനമുണ്ട് ഹ്യൂസ്റ്റണിൽ. അതുപോലെ അമേരിക്കയിൽ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാർ ആരെയൊക്കെ പരിചയമുണ്ട്, കേട്ടിട്ടുണ്ട്? ഒന്ന് വിശദീകരിക്കാമോ? അമേരിക്കയിൽ അനവധി സാഹിത്യകാരന്മാരുണ്ട്. ഇവിടെ ഞാൻ വന്നപ്പോൾ മിഷിഗൺ ലിറ്റററി അസോസിയേഷൻ അതിന്റെ സെക്രട്ടറി ആയിരുന്നു 5 വർഷം ഞാൻ. അപ്പൊ അത് മിസ്റ്റർ സുരേന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തെ പ്രസിഡന്റ്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അദ്ദേഹം ഇപ്പോൾ ഹൂസ്റ്റണിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ വെച്ച് മിഷിഗണിൽ വെച്ച് ഞാൻ പലരും സാഹിത്യ അവരും എനിക്ക് തോന്നുന്നു ഇനി മുൻകാലങ്ങളിൽ അവരുടെയും പുസ്തകങ്ങളായിട്ട് അവർ പബ്ലിഷ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. ഹ്യൂസ്റ്റണിലെ മലയാളികളുടെ പൊതുവിലുള്ള ഒരു ജീവിത സാഹചര്യം താങ്കൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട്? ഹ്യൂസ്റ്റൺ എത്രമാത്രം ഗുഡ് സിറ്റിയാണ് നമ്മൾ കേരളീയർക്ക് എന്നൊന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ടെക്സാസിലെ ഹൂസ്റ്റൺ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ഒരു കേരളത്തിൽ നിന്ന് നമ്മൾ വരുമ്പോൾ കേരളത്തിലെ ഏതാണ്ട് ഒരു കാലാവസ്ഥ ഇവിടെ നമുക്ക് ഉണ്ട്. ഇവിടുത്തെ ആളുകളൊക്കെ പൊതുവെ വളരെ സൗഹൃദമുള്ള ആളുകളാണ് എന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഇടപെടാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യത്യാസം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു കാലാവസ്ഥ വലിയൊരു തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആളുകളൊക്കെ പൊതുവെ ആക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ. വളരെ ഫോർട്ട്ബൻ കൗണ്ടി എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു അമേരിക്കയിലെ തന്നെ ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു കൗണ്ടിയാണ്. ഒരു 150 രാജ്യങ്ങളിലെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത്. വളരെ നല്ലൊരു ഫാമിലി റേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ല ആളുകളും. ഈ സിറ്റിയെ കുറിച്ച് എനിക്ക് നല്ലത് മാത്രമേ പറയാം. താങ്ക് യു. ഇവിടെയുള്ള മലയാളി അസോസിയേഷൻ മാഗിൽ താങ്കൾ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയാമോ? അതിനെപ്പറ്റി ഒന്നുകൂടെ വിശദീകരിക്കാമോ? ഇവിടെ മലയാളി അസോസിയേഷനിൽ ഞാൻ 1 വർഷം ഉണ്ടായിരുന്നു. അതിന്റെ തുടക്കത്തിൽ ഞാൻ അതിന്റെ വെബ്സൈറ്റ് ഒക്കെ ക്രമീകരിച്ചു കൊടുത്തു. അതിനുശേഷം അവിടെ മലയാളം ക്ലാസ് തുടങ്ങിയപ്പോൾ അത് 2 വർഷത്തോളം അത് ഹാൻഡിൽ ചെയ്തിരുന്നത് ഞാനാണ്. ഞാൻ അതിനു വേണ്ടി താല്പര്യം കാണിച്ചു. അതിനുശേഷം 1 വർഷം ഞാൻ മലയാളി അസോസിയേഷന്റെ PRO ആയിട്ട് പ്രവർത്തിച്ചു. എനിക്ക് വളരെ നല്ല അനുഭവമാണ്. ഇവിടുത്തെ മലയാളി അസോസിയേഷൻ വളരെ സജീവമായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള പല മലയാളികൾ താമസിക്കുന്ന ആൾക്കാരാണ്. ഫൊക്കാനയുടെ ഒക്കെ ഒരു ആസ്ഥാന കേന്ദ്രം തന്നെയാണ് ഹൂസ്റ്റൺ എന്ന് പറയാം. അതിന്റെ തുടക്കമൊക്കെ ഇവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. താങ്ക് യു. താങ്കൾ നാട്ടിൽ എത്ര ഫ്രീക്വന്റ് ആയിട്ട് പോകാറുണ്ട്? ലാസ്റ്റിൽ എന്നാണ് പോയത്? ഇനി അടുത്ത കാലത്തായിട്ട് ഞാൻ എൻ്റെ പേരൻസിന്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2 വർഷത്തില് 2-3 വർഷത്തില് 2 പ്രാവശ്യം ഞാൻ പോയായിരുന്നു. അതിനുശേഷം ഇപ്പൊ പോയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് പോയിട്ട് വന്നിട്ട്. ഇപ്പൊ പേരൻസ് ഇപ്പം അവർ ജീവിച്ചിരിക്കുന്നില്ല. എൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെയാണ് ഇപ്പൊ നാട്ടിലുള്ളത്. താങ്കൾ നാട്ടിൽ നിന്ന് പോയതിന് ശേഷം, അത് ഇവിടെ വന്നതിന് ശേഷം പ്രകടമായ ഒരു വ്യത്യാസം നാട്ടിൽ എന്താണ് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നാട്ടിൽ കുറച്ച് ജീവിത സാഹചര്യം കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ വലിയൊരു വ്യത്യാസം റോഡുകളൊക്കെ പുതുതായിട്ട് കാണുന്നുണ്ട്. വലിയൊരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. കാരണം ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു പമ്പയാറിന്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ഒരു പാലം വർഷങ്ങളായിട്ടുള്ളതാണ്. ഇതുവരെ അതിന്റെ ഒരു പൂർത്തീകരിച്ച് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ പുളുകുന്നവരെയൊക്കെ സൗകര്യമായി. പുളുകുന്നവരെ ഉണ്ട്. കാവാലത്തൊക്കെ ബസ്സൊക്കെ വരുന്നുണ്ട്. എന്നാൽ തന്നെ ആ ഒരു പാലത്തിന്റെ പ്രോജക്ട് ഇപ്പോഴും പെൻഡിങ് ആണ്. ഓക്കെ. താങ്ക് യു സോ മച്ച് സാർ. താങ്ക്സ് വൺസ് അഗെയിൻ.
Thank you.